മാസപ്പടി കേസിൽ വീണയുടെയോ പിണറായി വിജയന്റെയോ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കേന്ദ്രത്തെയും വെല്ലുവിളിച്ച CPM-ന്റെ തല പിളർക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് വീണിരിക്കുന്നു, അടപടലം കേന്ദ്രത്തിന് തൂക്കിയെടുക്കാനുള്ള എല്ലാ വകുപ്പുമാണ് വീണയും പിണറായിയും ചേർന്ന് കരിമണൽ കമ്പനിയുമായി ചേർന്ന് നടത്തിയിരിക്കുന്നത്. 1.74 കോടി മാസപ്പടി വാങ്ങി എന്നതായിരുന്നു ഇതിന്റെ തുടക്കം. എന്നാൽ വീണ വിജയൻ 1.74 കോടി വാങ്ങി എന്നതിലല്ല, 185 കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ആദായ നികുതി വകുപ്പും കേന്ദ്രവും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച കേസിൽ വിധി വരാനിരിക്കുന്നതിന് മുൻപ് പിണറായി വിജയനും വീണ വിജയനും 8ന്റെ പണി കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം കളി ഇറക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പരമപുച്ഛമായിരുന്നു പിണറായിക്ക്. മകൾക്ക് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മകളെ കുടുക്കാൻ നോക്കുന്നു, അച്ഛനെ വീഴ്ത്തുന്നതിന് വേണ്ടി മകളെ കരുവാക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ആയിരുന്നു CPM ഈ വിഷയത്തിൽ ഉയർത്തിയത്. എന്നാൽ മകളും അച്ഛനും ചേർന്ന് കേരളം എഴുതി വിറ്റതിന്റെ അഴിമതി നടത്തിയതിന്റെ കഥകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. SFIO അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന് മേൽ മറ്റന്വേഷണം പാടില്ലെന്ന വാദവും ഇനി നിലനിൽക്കില്ല. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും ദില്ലി ഹൈക്കോടതിയെ കേന്ദ്രവും ആദായ നികുതി വകുപ്പും അറിയിച്ചിരിക്കുകയാണ്. അതായത് വലിയ ഒരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത്, ചില്ലറ കളിയൊന്നുമല്ല. ഇതുവരെ നമ്മൾ മാസപ്പടിയിൽ 1.74 കോടിയുടെ കഥ മാത്രമാണ് കേട്ടിരുന്നത്. എന്നാൽ ഇത് ആ ഒരു ചെറിയ തുകയിൽ ഒതുങ്ങുന്നതല്ല, 185 കോടിയുടെ അഴിമതി നടന്നിരിക്കുന്നു. അതും ഒരു സർക്കാർ സ്ഥാപനത്തെ കൂട്ടുപിടിച്ചാണ് ഈ അഴിമതി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. KSIDCയും CMRL-ഉം പിണറായി വിജയനും വീണ വിജയനും ചേർന്ന് നടത്തിയ അഴിമതി കഥകളാണ് പുറത്തായിരിക്കുന്നത്. CMRL-ൽ KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ പൊതു താൽപര്യ പരിധിയിൽ ഈ കേസ് വരും. കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ലെന്ന വാദം നിലനിൽക്കാനേ പോകുന്നില്ല. നിയമമനുസരിച്ച് തുടർ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അടപടലം അച്ഛനെയും മകളെയും തൂക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് CMRL നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയാണെന്നാണ് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, CMRL ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് അഴിമതി പണം കണക്കിൽ പെടുത്തിയെന്നാണ്. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടുവെന്ന് വ്യാജ ബില്ലുണ്ടാക്കിയെന്നും ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്രവും ആദായ നികുതി വകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വലിയ ഒരു അഴിമതിയുടെ പിന്നാമ്പുറമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ CMRL-ലുമായി ബന്ധപ്പെട്ട് 2 കമ്പനികൾ തമ്മിലാണ് കരാർ എന്നായിരുന്നു വീണയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM ഉയർത്തിയ വാദം. അതായത് CMRL എന്ന കമ്പനിയും വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയും തമ്മിൽ നടത്തിയ കരാർ പ്രകാരമാണ് വീണയ്ക്ക് 1.74 കോടി കൈമാറിയത് എന്നായിരുന്നു വിവരങ്ങൾ. എന്നാൽ അതല്ല നടന്നിരിക്കുന്നത്. 185 കോടിയുടെ അഴിമതി CMRL നടത്തിയിരിക്കുന്നു. കരിമണൽ കർത്ത ഉൾപ്പെട്ട കമ്പനി നടത്തിയിരിക്കുന്നു. ഇതിലാണ് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു ചിത്രം ഇപ്പോൾ ആ ഒരു ചിത്രം പൂർത്തിയായിരിക്കുന്നു. ഈ PV ആരായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നല്ലോ കേരളത്തിൽ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ആ PV ഞാനല്ല എന്നാണ്. നിയമസഭയിലായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അപ്പോൾ ആ ഈ PV തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതായത് വലിയ ഒരു അഴിമതിയുടെ മുൻപ് SFIO പറഞ്ഞിരുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസി പറഞ്ഞിരുന്നു, ഇത് അഴിമതിയുടെ ഒരു മഞ്ഞുമല മാത്രമാണ് എന്നുള്ളത്. വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ, അതായത് ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും ചേർന്ന് വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന് കൂട്ടുനിന്ന് അതിൽ നിന്ന് പങ്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ വസ്തുത. അതാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. അത് ചെറിയ ഒരു മാസപ്പടിയായി ഒതുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. കരിമണൽ കർത്തയുടെ ഡയറിയിൽ ഈ പേര് മാത്രമല്ല
ഇനിയും എത്രയോ പേരുകളുണ്ട്. PV, OC, RC തുടങ്ങി നിരവധി പേരുകൾ. അതായത് പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഈ അഴിമതിയുടെ പങ്ക് പോയിരിക്കുന്നു. RC, OC എന്നുള്ള പേരുകൾ ഒക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഈ നേതാക്കളൊക്കെ തന്നെ, ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ അവരുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു വാദമുണ്ട്. അതായത് ഇത് പാർട്ടിക്ക് സംഭാവനയായി കരിമണൽ കർത്ത കൊടുത്തതാണ് എന്നുള്ളത്. എന്നാൽ കരിമണൽ കർത്തയുമായും CMRLുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അഴിമതിയാണ് എന്നാണ് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം കിട്ടിയത് അഴിമതി പണം തന്നെയാണ്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെല്ലാവരും തന്നെ, ഈ കർത്തയുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന പേരുകാരെല്ലാവരും അഴിമതിയുടെ ഭാഗമാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മകളെ ആദായ നികുതി വകുപ്പിനോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ ചോദ്യം ചെയ്യാൻ പോലും വിട്ടുകൊടുക്കാതെ ചിറകിനടിയിൽ സംരക്ഷിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഒടുവിൽ ചെന്നൈയിൽ തലയിൽ തുണിയിട്ട് പോയി വീണ വിജയന് SFIOയ്ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് നിന്ന് കൊടുക്കേണ്ടിയും വന്നിരുന്നു. പരമാവധി മോദിയുടെ കാല് പിടിച്ച് മകളെ രക്ഷിച്ചെടുക്കാൻ പിണറായി ശ്രമിച്ചെങ്കിലും ഒടുവിൽ പിടി മുറുകിയിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രത്തിനും ആദായ നികുതി വകുപ്പിനും ഇതിന്റെ ഈ കേസിന്റെ പിന്നാമ്പുറത്തെ വസ്തുതാപരമായ എല്ലാ രേഖകളും കോടതിക്ക് മുൻപിൽ സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച വിധി വരാനിരിക്കുകയാണ്. അതിനു മുൻപാണ് ഈ വലിയ ബോംബ് പൊട്ടിയിരിക്കുന്നത്. വലിയ അഴിമതിയാണ് CMRL നടത്തിയിരിക്കുന്നത്. കോടികൾ ചെലവിട്ടു എന്ന് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ എല്ലാ സഹായവും ഉണ്ടായിരിക്കണം. അതായത് സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാ സഹായത്തോടും കൂടിയാണ് കരിമണൽ കമ്പനി ഇത്തരത്തിൽ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് കോടതിയിൽ കേന്ദ്രവും ആദായ നികുതി വകുപ്പും വ്യക്തമാക്കിയതാണ്. ഇത് ചെറിയ ഒരു അഴിമതിയല്ല, ഇതിന് പിന്നിൽ കൃത്യമായ പല കളികളും നടന്നിട്ടുണ്ട് എന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. അന്ന് മാത്യു കുഴൽനാടനെ പിന്തുണച്ച് സംസാരിക്കാൻ കോൺഗ്രസിൽ നിന്ന് പോലും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കേസുമായി മുൻപോട്ട് പോയത് മാത്യു കുഴൽനാടനാണ്. ഇപ്പോൾ വീണ വിജയൻ ഇത്രത്തോളം വലിയ കുരുക്ക് മുറുകി നിൽക്കുമ്പോൾ അതിന്റെ ഒരു കാരണക്കാരൻ മാത്യു കുഴൽനാടനാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ വലിയ ഒരു പോരാട്ടം ഇതിന് പിന്നിലുണ്ട്. ആ സമയത്ത് VD സതീശനോ അല്ലെങ്കിൽ സുധാകരനോ ഒന്നും തന്നെ മാത്യു കുഴൽനാടനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴും അദ്ദേഹം സ്വന്തം നിലയ്ക്ക് അന്വേഷണവുമായും തന്റെ നിഗമനങ്ങളുമായും മുൻപോട്ട് പോകുകയായിരുന്നു. ഇതെല്ലാം തന്നെ പുറത്തുവിട്ടപ്പോൾ CPM അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നടപടിയായിരുന്നില്ലേ സ്വീകരിച്ചത്? എന്തൊക്കെ കള്ളത്തരങ്ങളാണ് മാത്യു കുഴൽനാടന് നേരെ ഇവർ ഉയർത്തിവിട്ടത്? മാത്യു കുഴൽനാടനെ കേസിൽപ്പെടുത്തി അകത്തിടാനുള്ള നീക്കം വരെ ഇവർ നടത്തി. എന്നാൽ പലതും ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. വീണ വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. വയസ്സാം കാലത്ത് അച്ഛനെ എന്തായാലും തീഹാർ ജയിലിലെ ഉണ്ട തീറ്റിക്കാൻ മകൾ വലിയ ഒരു നീക്കം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ടത്. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എക്സാലോജിക്കിലേക്ക് കൃത്യമായ അന്വേഷണം ഇനി നീളും. ഇതുവരെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ പോകാതിരിക്കാൻ പിണറായി വിജയൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ CMRLും എക്സാലോജിക്കും അതുപോലെ തന്നെ KSIDCയും ചേർന്നാണ് ഈ കരാറിൽ മുൻപോട്ട് പോയത്. അപ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. കേന്ദ്രം തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് രാജ്യം ഞെട്ടിയ അഴിമതി എന്നാണ്. അഴിമതി കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാസപ്പടി എന്ന് പോലുമല്ല, 185 കോടിയുടെ അഴിമതി നടന്നിരിക്കുന്നു. അതിൽ പിണറായി വിജയനും മകൾക്കും ചില കമ്പനികൾക്കും സർക്കാർ സ്ഥാപനത്തിനും പങ്കുണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമായി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ വിജയൻ ഒരു കമ്പനി തട്ടിക്കൂട്ടി എടുക്കുകയായിരുന്നു. അതാണ് എക്സാലോജിക്. അതായത് അച്ഛൻ അധികാരത്തിൽ കയറുമ്പോൾ മകളുമായി ചേർന്ന് അച്ഛൻ അഴിമതി നടത്തുന്നതിന് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്തതാണോ എന്നാണ് ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്. ഈ കമ്പനിയുടെ മറ്റൊരു കാര്യമോ, ഈ കമ്പനി തുടങ്ങാൻ മകൾക്ക് അമ്മയുടെ പെൻഷൻ കാശുകൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത് എന്നുള്ള ലോകമണ്ടത്തരമാണ് ഈ പിണറായി വിജയൻ നിയമസഭയിൽ പോലും പറഞ്ഞത്. അതെല്ലാം തന്നെ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ കേസിൽ നിന്ന് തടി തപ്പാൻ പിണറായി വിജയനോ മകൾക്കോ കഴിയില്ല. അടപടലം പൂട്ട് വീണു എന്ന് പറയില്ലേ, അതാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 1.74 കോടി എന്ന അഴിമതിയിൽ നിന്ന് രാജ്യം ഞെട്ടുന്ന 185 കോടി എന്ന അഴിമതി കഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും പിണറായി വിജയന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ധാർമ്മികത എന്നൊന്നും നിങ്ങൾക്കുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും എക്സാലോജിക്കിന്റെ
അഡ്രസ്സ് ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ കമ്പനിയുടെ അഡ്രസ്സ് AKG സെന്ററിൻ്റെതാണ്. അതുകൊണ്ട് MV ഗോവിന്ദൻ ഒന്ന് കരുതിയിരുന്നോളുക, ഏത് നിമിഷം വേണമെങ്കിലും AKG സെന്ററിലേക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചവിട്ടി പൊട്ടിച്ചെത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.